ഹായ് ഫ്രണ്ട്സ്, ആദ്യത്തെ ഒരു ചക്ക കെട്ടി, ഈ വർഷത്തെ ആദ്യത്തെ ഒരു ചെറിയ ചക്ക കെട്ടി ക്ലാസ്സിൽ കൊണ്ട് തന്നതാണ്. വിയറ്റ്നാം മുരളിയുടെ ചക്ക, അതുകൊണ്ട് പെട്ടെന്ന് കിട്ടിയത്. നമ്മളതിൻ്റെ ചുളം മാറ്റിയിട്ട് ബാക്കിയല്ല, അതായത് അതിൻ്റെ ചവിണിയാണ് ഞാനിപ്പോൾ ഇവിടെ മെയിനായിട്ട് എടുക്കുന്നത്. ചവിണിയും കുരുവിൻ്റെ പാടയും അത് രണ്ടും കൂടി നന്നായിട്ട് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞു. ഇനി അതിനകത്തേക്ക് നമ്മൾ ഉരുളിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച്, കടുക് നന്നായി പൊട്ടിയ ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞതോ സവാളയോ ഏതാണോ നിങ്ങൾക്കിഷ്ടം അത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ക്ലാസ്സിലായതുകൊണ്ട് തന്നെ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള കൊത്തിയരിഞ്ഞത്, കറിവേപ്പിലയും, അതിന് കറിവേപ്പില ഇട്ടു. അതിൻ്റെ കൂടെ സവാള കൂടി ചേർത്ത് നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നു. ഇതിനകത്തേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് ചതച്ച മുളക്, ക്രഷ്ഡ് ചില്ലി, ഉണക്കമുളക് ചതച്ചാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളകെടുത്ത് ചതച്ച് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് ആ ഒരു പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ച ചക്കയുടെ ചവിണിയും കുരുവിൻ്റെ പാടയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഒന്ന് വാടണം, മുളകിൻ്റെ കുത്തലൊന്ന് മാറണം, അതുവരെ ഒന്ന് വഴറ്റി യോജിപ്പിച്ച് എടുക്കണം. അപ്പോൾ സവാളയൊക്കെ ഏകദേശം മൂത്ത് വരുന്നുണ്ട്. ആ മുളകിൻ്റെ ഒരുമാതിരി കുത്തൽ, ആ പച്ച ചൊവയും കൂടി ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചവണി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം നിറത്തിന് വേണ്ടിയിട്ട് മഞ്ഞൾ കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു കളർ ചേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് തട്ടി കൊടുക്കാം. അപ്പോൾ ചവണിയും കുരുവിൻ്റെ പാടയും കൂടിയാണ്. ബാക്കി ചോള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചോള ചെറിയ ചോളകളല്ലേ വിയറ്റ്നാം മുരളിയുടെ, അപ്പോൾ അതുകൊണ്ട് ബാക്കി ഫുള്ള് നമ്മൾ അങ്ങോട്ട് എടുത്തു. മടൽ അച്ചാറിന് വേണ്ടിയിട്ട് മാറ്റി, കൂഞ്ഞിൽ തോറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് തട്ടിപ്പൊത്തി മൂടി ആവിയിൽ വേവിച്ചെടുക്കാം. ഓരോ ചക്കയുടെ പ്രകൃതി അനുസരിച്ച് ചില ചക്ക പെട്ടെന്ന് വെന്ത് കിട്ടും, ചില ചക്ക ഒന്ന് വെള്ളം തെളിച്ചാൽ മാത്രമേ വേവത്തുള്ളൂ. ചക്കയാണെങ്കിലും അതിൻ്റെ മടലാണെങ്കിലും അതുപോലെ ചവണിയാണെങ്കിലും എന്താണെങ്കിലും ചില ചക്ക ഇനങ്ങൾക്ക് പെട്ടെന്ന് ഒരു ആവി കയറുമ്പോൾ തന്നെ വെന്ത് കിട്ടും. പക്ഷെ ചില ചക്കയ്ക്കാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് തന്നെ നമ്മൾ വേവിക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ചുവട്ടിൽ പിടിക്കരുത്, കാര്യം വെള്ളം തളിക്കാതെ നമ്മൾ ചെയ്യുവാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് വേകുന്ന ചക്ക, മീൻസ് വെള്ളം വേണ്ട, അല്ലാതെ ആവിയിൽ തന്നെ വെന്ത് കിട്ടുന്ന ചക്കയാണ്. അപ്പോൾ ഇവിടെ ഏകദേശം ചക്ക നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരല്പം കുരുമുളക് കൂടി ചേർത്തുകൊണ്ട് നമുക്ക് ചക്ക തീ ഓഫ് ചെയ്യാം. അപ്പോൾ ചക്ക ചവണി മെഴുക്ക് പുരട്ടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചക്ക സീസണാണ് വരുന്നത്. ചക്ക മെഴുക്ക് പുരട്ടി, ചക്ക ചവണിയും ചക്കക്കുരുൻ്റെ പാട് ഇതുപോലെ ചതച്ച മുളകും ഉള്ളിയും ചേർത്ത് ഒന്ന് മെഴുക്ക് പുരട്ടി തിരിച്ച് വെക്കൂ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ബൈ.